ഹായ് ഫ്രണ്ട്സ്, എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് ഒരു ഓൺലൈൻ തട്ടിപ്പിനെ പറ്റിയാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിലൂടെയും മീഷോയിലൂടെയും ഒരുപാട് പ്രോഡക്റ്റുകൾ ഇന്നലെ ഈവനിങ് ഒരു 4:30 എനിക്ക് മീഷോയുടെ ഡെലിവറി ബോയുടെ ഇന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കൊറിയറുണ്ട് എന്ന് പറഞ്ഞാൽ കോള് വന്നിരുന്നത്. ഞാൻ വീട്ടിലില്ലാത്ത സമയത്താണ് കൊറിയർ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വീടിൻ്റെ അടുത്തുള്ള കടയിലാണ് കൊറിയർ ഏൽപ്പിക്കാൻ പറഞ്ഞിരുന്നത്. അപ്പോഴത്തേക്ക് ആ ഡെലിവറി ബോയ് പറഞ്ഞത് കൊറിയർ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്ന്. ഇതിനിടയിൽ വെച്ച് ഞാനൊരു പ്രോഡക്റ്റ് ഓർഡർ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഡക്റ്റാണ് വന്നത് എന്ന് കരുതി ഞാൻ അയാളോട് റേറ്റ് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് റേറ്റ് പറഞ്ഞു. അയാൾ ഞാൻ പറഞ്ഞിരുന്ന കടയിൽ നിന്ന് എൻ്റെ അടുത്ത് വാങ്ങിച്ചോട്ടെ എന്ന് ചോദിച്ചു പേയ്മെൻറ്റ്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ GPay ചെയ്ത് തരാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അയാൾ പറഞ്ഞു GPay നമ്പറാണെങ്കിൽ അയാളുടെ ഈ നമ്പറിലോട്ട് തന്നെ GPay ചെയ്യാനും എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ GPay ചെയ്യുകയും ഉണ്ടായി. തുടർന്ന് എനിക്ക് മെസ്സേജോ ഒന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു. അതിൽ ചെറിയൊരു സംശയം എനിക്ക് തോന്നിയിരുന്നെങ്കിലും ഞാൻ കരുതി വീട്ടിൽ പോയിട്ട് പ്രോഡക്റ്റ് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന്. ഞാൻ വീട്ടിലെത്തി പ്രോഡക്റ്റ് കടയിൽ നിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാകുന്നത് പ്രോഡക്റ്റിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്ന നമ്മുടെ കസ്റ്റമറുടെ നെയിം കൊടുത്തിരിക്കുന്ന അവിടെ എൻ്റെ നെയിമുമായി ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഡ്രസ്സിലും ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു. ഞാൻ ആ പ്രോഡക്റ്റ് പൊട്ടിക്കും മുമ്പ് തന്നെ ഡെലിവറി ബോയോയെ വിളിച്ച് കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ മാഡം, ചെക്ക് ചെയ്യട്ടെ എന്ന്. അങ്ങനെ അയാൾ എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു മാഡം ആപ്പ് സ്കാൻ ചെയ്യുമ്പോൾ മാഡത്തിൻ്റെ നമ്പറാണ് വരുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല, എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ അയാൾ പറഞ്ഞു അയാൾക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയാൻ കഴിയത്തില്ല, നിങ്ങൾ മീഷോയുമായിട്ട് ബന്ധപ്പെടാൻ. അങ്ങനെ ഞാൻ നേരെ മീഷോ എന്ന ആപ്പിൽ കയറി അവിടുത്തെ ആളുമായിട്ട് കസ്റ്റമർ കെയറിലെ കുട്ടിയുമായിട്ട് സംസാരിച്ച് കാര്യം പറഞ്ഞായിരുന്നു. ആ കുട്ടി എൻ്റെ അടുത്ത് ഓർഡർ നമ്പർ പറഞ്ഞു കൊടുക്കാനായിട്ട് പറഞ്ഞു. ഇതിലാണെങ്കിലോ ഓർഡർ നമ്പരുമില്ല. അത് ഞാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു മീഷോയുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ ഒരിക്കലും ഓർഡർ നമ്പർ ഇല്ലാതെ വരത്തില്ല എന്ന്. എന്നിട്ട് ആ കുട്ടി എന്നോട് പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യുമോ ചോദിച്ചു. വെയിറ്റ് ചോദിച്ചിട്ട് ആ കുട്ടി ആരുമായിട്ടോ സംസാരിച്ചിട്ട് ആ കുട്ടി എന്നെ വിളിച്ച് പറയുകയുണ്ടായി ഒരിക്കലും മീഷോയുടെ പ്രോഡക്റ്റ് ഇങ്ങനെ ഉണ്ടാവത്തില്ല, മേഡം എന്തായാലും ഡെലിവറി ബോയുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ നേരെ ഡെലിവറി ബോയെ വിളിച്ച് സംസാരിച്ചപ്പോൾ അയാളെ ഞാൻ എന്തോ ചീറ്റ് ചെയ്യുന്ന പോലെ അയാൾ സംസാരിച്ചത്. അപ്പം ഞാൻ അയാളടുത്ത് പറഞ്ഞു എനിക്ക് ഈ പ്രോഡക്റ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് റിട്ടേൺ അടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് ഞാൻ ഓർഡർ ചെയ്ത സാധനമാണെങ്കിലേ എനിക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഓർഡർ ചെയ്ത സാധനം എനിക്ക് ഒരിക്കലും റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാളുടെ ഒരു ഓഫീസിലെ നമ്പർ തരാമെന്ന് പറഞ്ഞ് എനിക്കൊരു നമ്പർ തന്നായിരുന്നു. അതിൽ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ ആ വ്യക്തി എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് ഫസ്റ്റ് ഉണ്ടായപ്പോൾ. അതുപോലെ തന്നെ ഞാനും തിരിച്ചൊന്ന് ഷൗട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ ആൾ നോർമലായിട്ട് സംസാരിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു എനിക്ക് ഓർഡർ ID കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അയാളുടെ ഹെർട്ടായി സംസാരിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു മേഡം എനിക്ക് ഇന്നൊരു ദിവസത്തെ ടൈം തരണം എന്നെല്ലാം എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, നാളെ വൈകിട്ട് വരെ എന്നോട് സമയം ചോദിച്ചത് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് കുറേ വഴികൾ പറഞ്ഞായിരുന്നു. ഒന്നെങ്കിൽ മേഡത്തിൻ്റെ ആപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്തതാവും, ഇല്ലാന്നുണ്ടെങ്കിൽ മേഡത്തിൻ്റെ ഫോൺ നമ്പരും അഡ്രസ്സും പേരും വെച്ച് മറ്റൊരാൾ ഇത് ഓർഡർ ചെയ്തതാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അയാൾ എന്നോട് പറഞ്ഞു. തുടർന്ന് രാത്രി ഒരു 9:30 ആയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഓഫീസിലെ ആൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഒരു ബാർകോഡ് അയച്ചായിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചായിരുന്നു ഫ്രെയിം എന്തേലും ഓർഡർ നൽകിയിട്ടുണ്ടോ എന്ന്. ഞാൻ യെസ് എന്നും പറഞ്ഞു. ആൾ ഉടനെ തന്നെ എന്നെ കോൾ ചെയ്തു. അയാൾ എന്നോട് കോൾ ചെയ്ത് ചോദിച്ചു മേഡം ഏതെങ്കിലും ഫ്രെയിമോ അങ്ങനെ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്ന്. ഞാൻ യെസ് എന്നും പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു അയാളാണ് ഈ പ്രോഡക്റ്റ് മാറ്റി മേഡത്തിന് തന്നതെന്ന്, അയാളുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്യാൻ, ഇത് മീഷോയുമായിട്ട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഒരു ഫ്രെയിം ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മീഷോ വഴി അല്ലായിരുന്നു. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു പേജ് വഴിയാണ് അത് ചെയ്തത്. ഇതായിരുന്നു ആ പേജ്.
ഇങ്ങനെ നമ്മൾ സെൻഡ് മെസ്സേജ് അയാൾ എന്നോട് പറയുകയുണ്ടായത് ഫ്ലിപ്കാർട്ടിലോ മീഷോ വഴിയുള്ള ഡെലിവറി ആയിരിക്കുമെന്ന്. അങ്ങനെയാണ് മീഷോ ഡെലിവറി നടന്നത്. ഞാൻ അയച്ചതാ ഈ കാണുന്നത്. അവരെനിക്ക് അപ്പോഴാണ് ഈ റിപ്ലൈ തന്നിരിക്കുന്നത്. അയാൾ പറഞ്ഞതുപോലെ അയാൾ പറഞ്ഞ പിക്കെല്ലാം തന്നെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞ ഡീറ്റെയിൽസും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഓർഡറിന് ഒരു അഡ്വാൻസ് പേയ്മെൻറ്റാണ് ചെയ്യിപ്പിച്ചത്. 299 രൂപ എന്ന് പറഞ്ഞെടുത്ത് അഡ്വാൻസ് ഫസ്റ്റ് ടൈം 99 ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഞാൻ GPay ചെയ്തിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് സെൻഡ് ആവത്തിനാൽ അവരെനിക്ക് സ്കാനിങ് കോഡ് അയച്ചു തന്നായിരുന്നു. ഞാൻ GPay ചെയ്തതിൻ്റെ എല്ലാ ഇതും അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇത് ക്യാൻസൽ ചെയ്യാനും അവരോട് പറഞ്ഞിരുന്നു. പക്ഷെ അവർ യാതൊരു റെസ്പോണ്ടും ഇല്ലായിരുന്നു. ഞാൻ എന്ത് മെസ്സേജ് അയച്ചിട്ടും അവരെനിക്കൊരു റിപ്ലൈ പോലും തന്നിട്ടില്ലായിരുന്നു. അതിനുശേഷം അവസാനവും ഇപ്പോൾ ഈ പ്രോഡക്റ്റ് വന്നപ്പോഴും ഞാൻ അവർ ഹിന്ദിയാണെന്ന് തോന്നി ഹിന്ദിയിലും അയച്ചു, ഇംഗ്ലീഷിലും എല്ലാം ഞാൻ മെസ്സേജ് അയച്ചു. എന്നിട്ടും അവരൊരു കോണ്ടാക്റ്റോ ഒരു റിപ്ലൈയോ ഒന്നും തരുന്നില്ലായിരുന്നു. ഇന്നലെ അവർ നോർമൽ കോൾ ചെയ്തിട്ട് അവർ കോൾ ബിസി എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ വാട്സപ്പിൽ കോൾ ചെയ്തപ്പോഴാണ് അവരെനിക്ക് ആകെക്കൂടി 2 റിപ്ലൈയാണ് തന്നത്. അവർ റിപ്ലൈ തരുന്നുണ്ടെന്നാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഞാൻ അപ്പോഴാണ് ചോദിച്ചത് എവിടെയാണ് റിപ്ലൈ ആണെന്ന്. അവർ കാളെന്ന് പറയുന്നതല്ലാതെ യാതൊരു ഇതുമില്ല. ഇന്ന് ഞാൻ അയാളോട് പറഞ്ഞായിരുന്നു നാളെ ഞാൻ രാവിലെ 10 മണിക്ക് വിളിക്കുമെന്ന്. എന്നിട്ടും അയാളെൻ്റെ കോളൊന്നും തന്നെ എടുത്തിട്ടില്ലായിരുന്നു. നോക്കുന്നവർക്കറിയാം അവരിപ്പോൾ ഓൺലൈനിൽ കിടക്കുകയാണ്. ഞാൻ അവരെ വോയിസ് കോൾ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് കഴിയും. റിങ്ങിങ്ങും ആകുന്നുണ്ട്, പക്ഷെ അവർ യാതൊരു റെസ്പോണ്ടുമില്ല. കോളൊന്നും എടുക്കുന്നതുമില്ല അവർ. കണ്ടല്ലോ ഗൈസ്, അവർ യാതൊരു റെസ്പോണ്ടും തന്നെ കാണിക്കാത്തൊരവസ്ഥയാണ്. ഇത് ഇന്ന് എനിക്ക് സംഭവിച്ചത് നാളെ നിങ്ങളിൽ പലവർക്കും സംഭവിക്കാം. നിങ്ങളിൽ പലരും ഇതുപോലെയുള്ള അക്കൗണ്ടിൽ കയറി ഓർഡർ നൽകുന്നവരായിരിക്കും. ബി കെയർഫുള്ളായിട്ട് എല്ലാം ചെയ്യുക ഗൈസ്. ഇന്ന് എനിക്കുണ്ടായത് നിങ്ങളിൽ പലർക്കും ഉണ്ടാകാനും പറ്റും. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങൾക്കും ഉണ്ടായവരായിരിക്കാം. നിങ്ങൾ ഈ വീഡിയോ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെ ഈ ഒരു അബദ്ധം മറ്റാർക്കും സംഭവിക്കാതിരിക്കട്ടെ.